അത്യുന്നതന്റെ മറവിൽ എന്നും വസിക്കാം, സർവശക്തനെ എന്നും പാടി സ്തുതിക്കാം. അത്യുന്നതന്റെ മറവിൽ എന്നും വസിക്കാം, സർവശക്തനെ എന്നും പാടി സ്തുതിക്കാം. തിരുച്ചിറകിൻ കീഴിൽ ശരണപ്പെട്ട് ദൈവാദി ദൈവത്തെ പാടി സ്തുതിക്കാം, ദൈവാദി ദൈവത്തെ പാടി സ്തുതിക്കാം. ദൈവം മയങ്ങുകില്ല, താൻ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം ജീവിക്കുന്നു. യഹോവ നമ്മുടെ പരിപാലകൻ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ. ഒരനർത്ഥവും നമുക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നമ്മോടടുക്കയില്ല. ഒരനർത്ഥവും നമുക്ക് ഭവിക്കയില്ല, ഒരു ബാധയും നമ്മോടടുക്കയില്ല. എല്ലാ വഴികളിലും കാത്തിടുവാൻ സർവശക്തൻ എന്നും കൂടെയുണ്ട്, സർവശക്തൻ എന്നും കൂടെയുണ്ട്. ദൈവം മയങ്ങുകില്ല, താൻ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം ജീവിക്കുന്നു. യഹോവ നമ്മുടെ പരിപാലകൻ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ. ദൈവമെന്നും നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, ഹല്ലേലൂയ. ദൈവം എന്നും നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, ഹല്ലേലൂയ. കഷ്ടങ്ങളിൽ നമുക്ക് ഏറ്റവും അടുത്ത തുണയായുണ്ടെന്നും, ഹല്ലേലൂയ, തുണയായുണ്ടെന്നും, ഹല്ലേലൂയ. ദൈവം മയങ്ങുകില്ല, താൻ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം ജീവിക്കുന്നു. യഹോവ നമ്മുടെ പരിപാലകൻ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ. കാരുണ്യവാനായ നമ്മുടെ ദൈവം കൺമണി പോൽ നമ്മെ കാത്തിടുമേ. കാരുണ്യവാനായ നമ്മുടെ ദൈവം കൺമണി പോൽ നമ്മെ കാത്തിടുമേ. തിരുച്ചിറകിൻ കീഴിൽ നമ്മെ എന്നും മറച്ചിടും തൻ്റെ തൂവൽ കൊണ്ട്, മറച്ചിടും തൻ്റെ തൂവൽ കൊണ്ട്. ദൈവം മയങ്ങുകില്ല, താൻ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം ജീവിക്കുന്നു. യഹോവ നമ്മുടെ പരിപാലകൻ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ.
അത്യുന്നതന്റെ മറവിൽ എന്നും വസിക്കാം, സർവശക്തനെ എന്നും പാടി സ്തുതിക്കാം. അത്യുന്നതന്റെ മറവിൽ എന്നും വസിക്കാം, സർവശക്തനെ എന്നും പാടി സ്തുതിക്കാം. തിരുച്ചിറകിൻ കീഴിൽ ശരണപ്പെട്ട് ദൈവാദി ദൈവത്തെ പാടി സ്തുതിക്കാം, ദൈവാദി ദൈവത്തെ പാടി സ്തുതിക്കാം. ദൈവം മയങ്ങുകില്ല, താൻ ഉറങ്ങുകില്ല, ഇസ്രായേലിൻ ദൈവം ജീവിക്കുന്നു. യഹോവ നമ്മുടെ പരിപാലകൻ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ, വലഭാഗത്തെങ്ങും നമുക്കു തണൽ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ദിവസം നാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾ എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ താൻ ആദ്യമായിട്ട് പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. അതായത് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞ് താൻ രണ്ടാമത് പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നാം ഇന്ന് ചിന്തിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിന് ആസ്പദമായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞ കാര്യമാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്നുള്ളത്. ആ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി ആകും. യോഹന്നാൻ 8:12. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിന് 6 മാസം മുമ്പേ യഹൂദന്മാരുടെ പെരുന്നാളായ കൂടാരപ്പെരുന്നാൾ, ആ പെരുന്നാൾ ഒരു പാതി കഴിഞ്ഞപ്പോൾ, എന്ന് പറഞ്ഞാൽ ഈ കൂടാരപ്പെരുന്നാൾ എന്ന് പറയുന്നത് ഏകദേശം 7 ദിവസവും അതിൻ്റെ ഒടുവിലത്തെ ദിവസം 8-ാം ദിവസം അവർ പിരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം അതിൻ്റെ പാതി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞ് കർത്താവായ യേശുക്രിസ്തു ദേവാലയത്തിലേക്ക് വന്നു, ജനത്തെ ഉപദേശിച്ചു. അപ്പോൾ യഹൂദന്മാർ അവന് ചുറ്റും കൂടി, അവർ ശാസ്ത്രിമാർ ഇത് കേട്ടിട്ട് ചോദിക്കുകയാണ്, വിദ്യാഭ്യാസം ചെയ്യാത്തവൻ ശാസ്ത്രമറിയുന്നത് എങ്ങനെ എന്ന് ശാസ്ത്രിമാർ വാദിച്ചു. അത് കേട്ടിട്ട് കർത്താവ് ഉത്തരമായിട്ട് പറഞ്ഞത്, എൻ്റെ ഉപദേശം എൻ്റേതല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. എന്നെ അയച്ചവൻ്റെ മഹത്വം, തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. യോഹന്നാൻ 7:16-18 വാക്യങ്ങൾ. അപ്പോൾ പുരുഷാരം ഇവൻ എവിടെ നിന്ന് വന്നു എന്ന് അറിയുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അതിന് യേശു, എന്നെ അയച്ചവൻ സത്യവാനാകുന്നു, ഞാൻ അവൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവായ യേശുക്രിസ്തു യഹൂദന്മാരോട് 2 കാര്യങ്ങൾ പറയുകയാണ്. ഒന്ന്, എന്നെ അയച്ച പിതാവ് സത്യവാനാകുന്നു. 2, എന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ, തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവൻ സത്യവാനാകുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നെ അയച്ച പിതാവ് സത്യവാനാണ്, അതുപോലെ തന്നെ തന്നെ അയച്ചവൻ്റെ മഹത്വം അന്വേഷിക്കുന്നവനും സത്യവാനാണ്. അപ്പോൾ പിതാവും താനും സത്യവാനാകുന്നു. പിതാവിനോട് തന്നെ തുല്യപ്പെടുത്തി പറയുകയും ചെയ്തു. അതാണ് ഇവിടെ നാം കാണുന്നത്. ഈ കാരണത്താൽ യഹൂദന്മാർ അവനെ പിടിക്കുവാനായിട്ട് അന്വേഷിച്ചു. എന്നാൽ നാം അവിടെ വായിക്കുന്നത്, അവൻ്റെ നാഴിക വരാതിരുന്നത് കൊണ്ട്, വന്നിട്ടില്ലായക കൊണ്ട് ആരും അവൻ്റെ മേൽ കൈവച്ചില്ല എന്നാണ്. ഈ വാക്ക് കേട്ട് പലരും അവനിൽ വിശ്വസിച്ചു. ക്രിസ്തു വരുമ്പോൾ ഇവൻ ചെയ്തതിലും അധികം അടയാളങ്ങൾ ചെയ്യുമോ
എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ അവനിൽ വിശ്വസിച്ചത്. അതിൻ്റെ അർത്ഥം അവൻ ക്രിസ്തു ആകുന്നു എന്ന് പലരും വിശ്വസിക്കുവാനിടയായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ ഉപദേശവും അത് കേട്ടിട്ട് ജനത്തിൻ്റെ പ്രതികരണവും എന്തായിരിക്കും എന്ന് നാം ചിന്തിച്ചാൽ, ഇവിടെ ഒന്നാമത് നാം കാണുന്നത് കർത്താവ് പറഞ്ഞത് എൻ്റെ ഉപദേശം എൻ്റേതല്ല, പിന്നെയോ എന്നെ അയച്ചവൻ്റേതത്രേ. കർത്താവ് ആദ്യം പ്രവൃത്തി ചെയ്യുന്നു, പിന്നെ അതിനനുസരിച്ചുള്ള ഉപദേശം നൽകുകയാണ് ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അവൻ ചെയ്തും ഉപദേശിച്ചും പോന്നത് എന്നാണ്. അപ്പം ആദ്യം പ്രവൃത്തി, പിന്നെ അതിൻ്റെ പുറകെയാണ് അത് സംബന്ധിച്ചുള്ള ഉപദേശം കർത്താവ് നൽകുന്നത്. കർത്താവ് അവിടെ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു. അതായത് പിതാവ് ചെയ്യുന്നതെല്ലാം പുത്രനും ചെയ്യുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 5:19. എന്തൊക്കെയാണ് പിതാവ് ചെയ്യുന്നത്? പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. നോക്കുക, പിതാവ് ചെയ്യുന്നത് പോലെ പുത്രനും ചെയ്യുന്നു. പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. യോഹന്നാൻ 5:21. പിന്നീട് എന്താണ്? പിതാവിന് തന്നിൽ തന്നെ ജീവൻ ഉള്ളതുപോലെ പുത്രനും തന്നിൽ തന്നെ ജീവൻ ഉണ്ട് എന്നാണ് കർത്താവ് പറഞ്ഞത്. യോഹന്നാൻ 5:26. ആ പിതാവ് സ്വയംഭൂവാണ്, തന്നിൽ തന്നെ ജീവനുണ്ട്. അതുപോലെ തന്നെയാണ് പുത്രനും എന്നാണ് കർത്താവ് പറഞ്ഞത്. അവനിലും തന്നിൽ തന്നെ ജീവനുണ്ട്. ആരുടെ കയ്യിൽ നിന്നും ജീവൻ വാങ്ങേണ്ടതായിട്ടില്ല, ആരും അവന് ജീവൻ കൊടുക്കേണ്ടതായിട്ടില്ല. നമ്മുടെ യേശു ക്രിസ്തു അവൻ ജീവനായകനാണ്, ജീവദായകനാണ്. അവനിൽ തന്നെ ജീവനുണ്ട് എന്നാണ്. പിന്നീട് മൂന്നാമതായിട്ട് നാം കാണുന്നത്, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയുടെ അധികാരം മുഴുവനും പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായവിധി എല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്നാണ് യോഹന്നാൻ 5:22 വായിക്കുന്നത്. അപ്പോൾ എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു എന്നാണ് കർത്താവ് പറഞ്ഞത്. പുത്രൻ ചെയ്യുന്നതെല്ലാം പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നതാണെന്നാണ് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്. താൻ ചെയ്യുന്നതെല്ലാം പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടിട്ടും നസറേനായ യേശു ക്രിസ്തു എന്ന് അവർ വിശ്വസിച്ചില്ല. താൻ ആരാണെന്ന് സ്പഷ്ടമായി അവരോട് പറയാതെ തന്നെ തൻ്റെ പ്രവൃത്തികളാൽ ജനം സ്വയം അവൻ ക്രിസ്തുവാണ് എന്ന് ഗ്രഹിക്കണം എന്നാണ് കർത്താവ് ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ ജനത്തിനത് മനസ്സിലാകുവാൻ കഴിയുന്നില്ല. അവർ അത് ഗ്രഹിക്കുവാൻ സാധിക്കാത്തവരായിട്ട് തീർന്നു. യോഹന്നാൻ സ്നാപകൻ തടവിൽ വെച്ച് യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കേട്ടു. പ്രത്യേകിച്ച് നയീൻ എന്ന പട്ടണത്തിലെ വിധവയുടെ മകനെ കർത്താവായ യേശു ക്രിസ്തു എഴുന്നേൽപ്പിച്ച കാര്യം കേട്ടിട്ട് യോഹന്നാൻ അവൻ്റെ 2 ശിഷ്യന്മാരെ അയച്ചു, യേശുവിൻ്റെ അടുക്കൽ അയച്ചു. എന്നിട്ട് അവനോട് ചോദിപ്പിക്കുകയാണ്, വരുവാനുള്ളവൻ നീയോ, അതോ ഞങ്ങൾ മറ്റൊരുത്തിനു വേണ്ടി കാത്തിരിക്കണമോ? എന്തൊരു ചോദ്യമാണ്! യോഹന്നാൻ സ്നാപകൻ തന്നെയല്ലേ കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച് അവൻ ദൈവപുത്രനാണെന്നും ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞതും? അവനെക്കുറിച്ച് എന്തെല്ലാം സാക്ഷ്യങ്ങളാണ് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞിട്ടുള്ളത്? അവന് ലഭിച്ച ഉപദേശം എന്താണ്?
നീ സ്നാനപ്പെടുത്തുമ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ വരുന്നവോ അവനാവുന്നു ദൈവപുത്രൻ എന്നുള്ള അടയാളവും അവന് കൊടുത്തതാണ്. ഇതൊക്കെ കണ്ടിട്ടും യോഹന്നാൻ സ്നാപകൻ 2 ശിഷ്യന്മാരെ അയച്ചിട്ട് ചോദിക്കുകയാണ്, വരുവാനുള്ളവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്നാണ് ചോദിക്കുന്നത്. അതിനുത്തരമായിട്ട് കർത്താവ് യോഹന്നാൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, കുരുടർ കാണുന്നു, മുടന്തർ നടക്കുന്നു, കുഷ്ഠരോഗികൾ ശുദ്ധമായി തീരുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ പോയി കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിക്കുക. എന്നിട്ട് പറഞ്ഞത്, എന്നാൽ എന്നിൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ എന്ന ഉത്തരം പറഞ്ഞു. നോക്കുക, യോഹന്നാൻ സ്നാപകൻ പോലും ഇടറിപ്പോകത്തക്ക വിധത്തിൽ ആണ് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സംഗതി എന്ന് നാം കാണുന്നുണ്ട്. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള അനേക വേദഭാഗങ്ങൾ നമുക്ക് പ്രവചനത്തിൽ കാണുവാനായിട്ട് കഴിയും. ആ പറഞ്ഞിരിക്കുന്നതെല്ലാം നിറവേറുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കണ്ടും കേട്ടും അറിഞ്ഞും ഇരിക്കുന്ന ആളുകൾ അതെല്ലാം കണ്ടിട്ടും അവനിൽ വിശ്വസിക്കുവാൻ കഴിയാതെ ഇടറിപ്പോകുന്ന കാഴ്ച എത്രയോ ഭയങ്കരമായിരിക്കുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. യെശയ്യാ 35 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത്, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും. അന്ന് കുരുടന്മാരുടെ കണ്ണ് തുറന്നു വരും, ചെകിടന്മാരുടെ ചെവി അടഞ്ഞിരിക്കയില്ല, മുടന്തന്മാർ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവ് ഉല്ലസിക്കും. അവനാണ് നിങ്ങളുടെ ദൈവം എന്നുള്ള അടയാളം അവർക്ക് കൊടുത്തു. മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത്, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് യഹോവയെ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറിവ് കെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിക്കുവാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെർണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദതൈലവും വിഷണ്ണം മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുക്കുവാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. യെശയ്യാവ് 61 1 മുതൽ 3 വരെയുള്ള ഭാഗം. ഈ ഭാഗമാണ് കർത്താവ് നസ്രേത്തിലെ പള്ളിയിൽ വെച്ച് വായിച്ചപ്പോൾ പ്രതികാര ദിവസത്തെയും സിയോൻ്റെ ഉദ്ധാരണത്തെയും ഒഴിവാക്കി അപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് വായന നിർത്തി പുസ്തകമടച്ച് ശുശ്രൂഷക്കാർക്ക് കൊടുത്തതായിട്ട് നാം കാണുന്നുണ്ട്. കർത്താവ് വായിച്ച ഭാഗമാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 4:18-19 വാക്യങ്ങളിലാണ്. അവിടെ കർത്താവ് വായിച്ചത് ഇങ്ങനെയാണ്, ദരിദ്രരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കിയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനും പീഡിതരെ വിട്ടയക്കുവാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള സ്ഥലം കണ്ട് അത് പറഞ്ഞ് പുസ്തകം അടച്ച് ശുശ്രൂഷക്കാർക്ക് കൊടുത്ത് അവൻ പോയിരുന്നു. പഴയ നിയമത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതൊക്കെയും നിവർത്തിയാകുന്നത് യഹൂദന്മാർ കണ്ടിട്ടും അവരവനിൽ വിശ്വസിച്ചില്ല. യോഹന്നാൻ സ്നാപകൻ പോലും അത് ഗ്രഹിക്കുവാൻ കഴിയാതെ ഇടറിപ്പോയിരിക്കുന്നു എന്നുള്ളത് ആശ്ചര്യം തന്നെയാണ്. അവർ ഇക്കാര്യം ഗ്രഹിക്കുകയോ അത് അനുസരിച്ച് ഇടപെടുകയോ ചെയ്യുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് അവർ അവനോട് ചോദിക്കുന്നത്, നീ ആർ എന്ന് ചോദിച്ചു. ഈ ചോദ്യം അവരെ ചോദിക്കാതെ തന്നെ അവൻ ആരെന്ന് മനസ്സിലാക്കേണ്ടതാണ്.
യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇതാ നിങ്ങളുടെ ദൈവം എന്ന് എഴുതിയിരിക്കുന്നത് അവൻ്റെ പ്രവൃത്തികളിൽ കൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ മശിഹായെ എന്ന് അവരുടെ രക്ഷയ്ക്കായിട്ട് അവർ വിളിച്ചപേക്ഷിക്കേണ്ടതായിരുന്നു. എന്നാൽ അവർ അങ്ങനെ ചെയ്യാതെ നീ ആര് എന്നുള്ള ചോദ്യമാണ് അവൻ്റെ നേരെ ഉന്നയിക്കുന്നത്. കൂടാരപ്പെരുന്നാളിൽ, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ, അഥവാ അതിൻ്റെ 7-ാം ദിവസം, യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ച് പറഞ്ഞു. അവനിത് തന്നിൽ വിശ്വസിക്കുവാൻ ഉള്ളവർക്ക് ലഭിക്കാനിരിക്കുന്ന ആത്മാവിനെ സംബന്ധിച്ചാണ് പറഞ്ഞത് എന്നവിടെ എഴുതിയിട്ടുണ്ട്. ജീവജലം എന്നത് ദൈവത്തിൻ്റെ ആത്മാവിനെയും ദൈവവചനത്തെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. വായിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ദൈവിക വചനം, അത് ജീവജലത്തിന് തുല്യമാണ്. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവ്, അത് ജീവജലത്തിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. ഇവിടെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യശുശ്രൂഷയുടെ കാലത്ത് താൻ തന്നെ ആ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടും ആ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നത് കണ്ടിട്ടും അവർക്കവനിൽ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. യെശയ്യാ 55:1 വായിക്കുന്നത്, അല്ലയോ ദാഹിക്കുന്ന ഏവരുമേ, ദ്രവ്യമില്ലാത്തവരുമായുള്ളവരെ, വെള്ളത്തിനായി വരുവീൻ. യെശയ്യാ 55:1. ഇത് വായിച്ചിട്ടുള്ളവർക്കറിയാം കർത്താവിൻ്റെ ഈ വാക്കുകളിൽ നിന്ന് വരുവാനുള്ള മശിഹ അവനാകുന്നു എന്നുള്ളത്. അവർക്കത് ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ല. എന്നാൽ ശമരിയാക്കാരത്തെ സ്ത്രീക്ക് പോലും അത് കാര്യം മനസ്സിലായി. അവളോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഈ കിണറ്റിൽ നിന്ന് കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും എന്നവളോട് പറഞ്ഞു കർത്താവ്. ഈ കിണർ ഞങ്ങൾക്ക് തന്നത് നമ്മുടെ പിതാവായ യാക്കോബാകുന്നു, നീ യാക്കോബിനേക്കാൾ വലിയവനോ എന്നാണ് സ്ത്രീ കർത്താവിനോട് ചോദിച്ചത്. എന്നാൽ കർത്താവ് സകലരേക്കാളും വലിയവൻ. നാം എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ അവൻ ദൂതന്മാരേക്കാൾ വലിയവൻ, പ്രവാചകന്മാരേക്കാൾ വലിയവൻ, മോശയേക്കാൾ വലിയവൻ, അഹറോനേക്കാൾ വലിയവൻ. ഇങ്ങനെ നമുക്ക് അവൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ലോകത്തിലെത്ര മഹാന്മാരായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധന്മാരായിട്ടുള്ള ആളുകൾ, ദൈവപുരുഷന്മാരായിട്ടുള്ള ആളുകൾ, അവരെക്കാളൊക്കെയും ശ്രേഷ്ഠനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നീ യാക്കോബിനേക്കാൾ വലിയവനോ എന്നുള്ള ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കർത്താവ് അവനോട് തുല്യനായിട്ട് ആരുമില്ല. മഹിമയെഴും മശിഹായിക്ക് തുല്യനാരുമില്ല എന്നൊരു പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ട്. ആ പാട്ടിൽ ഒരടി ഇങ്ങനെയാണ്: യാക്കോബിൻ കിണറ്റിൻജലം പെരുക്കും ദാഹത്തെ, തീർക്കും ദാഹം നിത്യമായി യാക്കോബിൽ ശ്രേഷ്ഠൻ, മഹിമയെഴും മശിഹായ്ക്കു തുല്യനില്ലാരും, മാനവും മഹത്വവും താൻ അണിഞ്ഞവനായി, മഹിമയെഴും മശിഹായ്ക്കു തുല്യനില്ലാരും. യാക്കോബിനേക്കാൾ വലിയവനായ നമ്മുടെ കർത്താവ് അവൻ വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. കർത്താവ് ഒടുവിലായി വെളിപ്പാട് പുസ്തകത്തിലും ഈ കാര്യം തന്നെ പറയുന്നുണ്ട്: ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ഇത് കർത്താവിൻ്റെ അന്ത്യവാചകമായിരുന്നു. വെളിപ്പാട് 22:17.
അന്ത്യമായിട്ടുള്ള ആഹ്വാനമാണ്. ആ ആഹ്വാനം അവന് ജീവജലം നൽകുന്നവനാണ് എന്നുള്ളത് കാണിക്കുകയാണ്. കൂടാരപ്പെരുന്നാളിൻ്റെ ഒടുവിലത്തെ ദിവസം കർത്താവിത് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ചിലർ അവനിൽ വിശ്വസിച്ചു. ഇവൻ സാക്ഷാൽ ആ പ്രവാചകൻ അഥവാ ആ ക്രിസ്തുവാകുന്നു എന്ന് പരസ്യമായിട്ട് ചിലരെ പ്രസ്താവിക്കുകയുണ്ടായി. അവനെ പിടിക്കുവാൻ മഹാപുരോഹിതന്മാർ ചില ചേവകരെ അയച്ചു. ആ ചേവകരെ കർത്താവിൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം അവർ മടങ്ങിച്ചെന്നു. നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് മഹാപുരോഹിതന്മാർ ചോദിക്കുമ്പോൾ അവരതിന് ഉത്തരമായിട്ട് പറയുന്നത്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നാണ്. ഒരു പക്ഷേ മോശ പറഞ്ഞ പ്രവാചകനായിരിക്കണം ഇവൻ എന്ന് അവർക്ക് തോന്നി. ഇവൻ സാക്ഷാൽ പ്രവാചകൻ എന്ന് ജനം പറയുന്നതും അവർ കേട്ടു. യോഹന്നാൻ 7:40. എന്താണത്? ഹോരേബിൽ വെച്ച് ദൈവം ഇസ്രായേലിനോട് സംസാരിച്ചപ്പോൾ ജനം ഭയപ്പെട്ടു പോയി. ജനം മോശയോട് പറഞ്ഞത്, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. മോശയ്ക്ക് ഇത് കേട്ടപ്പോൾ മോശ ഈ കാര്യം എടുത്ത് പറയുന്നുണ്ട്. പിന്നീട് അത് എന്താണെന്ന് ചോദിച്ചാൽ, യഹോവ എന്നോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്ക് അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് എൻ്റെ വചനങ്ങളെ അവൻ്റെ നാവിന്മേലാക്കും. ഞാൻ അവനോട് കൽപ്പിക്കുന്നതൊക്കെയും അവൻ അവരോട് പറയും. അവൻ എൻ്റെ നാമത്തിൽ പറയുന്ന എൻ്റെ വചനങ്ങൾ യാതൊരുത്തനെങ്കിലും കേൾക്കാതെ ഇരുന്നാൽ അവനോട് ഞാൻ ചോദിക്കും. ആവർത്തനം 18:15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. പത്രോസ് ഈ കാര്യം ശലോമോൻ്റെ മണ്ഡപത്തിൽ വെച്ച് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ദൈവമായ കർത്താവ് നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിങ്ങൾക്ക് എഴുന്നേൽപ്പിച്ചു തരും. അവൻ നിങ്ങളോട് സംസാരിക്കുന്ന സകല വചനത്തിലും നിങ്ങൾ അവൻ്റെ വാക്ക് കേൾക്കണം. ആ പ്രവാചകൻ്റെ വാക്ക് കേൾക്കാത്ത ഏവനും ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിക്കപ്പെടും. ഇവിടെ മോശ പറഞ്ഞത് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് പത്രോസ് അവിടെ സ്പഷ്ടമായിട്ട് ജനത്തോട് പറയുകയാണ്. യെശയ്യാവ് ക്രിസ്തുവിനെക്കുറിച്ച്, ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു, അവൻ വന്നു നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാർക്ക് കണ്ണ് തുറന്നു വരും, അന്ന് മുടന്തന്മാർ മാനിനെ പോലെ ചാടും, ഊമൻ്റെ നാവ് ഉല്ലസിച്ച് ഘോഷിക്കും. യെശയ്യാവ് 35:4-5 വാക്യങ്ങൾ. ഈ പ്രവചനങ്ങളെല്ലാം കർത്താവായ യേശു ക്രിസ്തുവിൽ നിറവേറിയപ്പോൾ അവനാണ് രക്ഷിക്കുന്ന ദൈവം, അവനാണ് യഥാർത്ഥമായ ദൈവമെന്ന് അവർ വിശ്വസിക്കേണ്ടതായിരുന്നു. എന്നാൽ അവരത് വിശ്വസിച്ചില്ല. മത്തായി 15:29 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, യേശു ഗലീല കടലിൽ നരികെ മലയിൽ കയറിയിരുന്നു. വളരെ പുരുഷാരം അവൻ്റെ അടുക്കൽ കൂടി. ആരായിരുന്നു അത്? മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ അവരെ അവൻ്റെ അടുക്കൽ അവർ കൊണ്ടുവന്നു. അവൻ്റെ കാൽക്കൽ വെച്ചു. അവനവരെ സൗഖ്യമാക്കി. ഇത് കണ്ടിട്ട് ജനം ആശ്ചര്യപ്പെട്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ട്? യെശയ്യാവ് പറഞ്ഞ ആ രക്ഷിതാവ് ഇവൻ തന്നെ എന്ന് ജനം മുഴുവൻ അവനിൽ ആ നിലയിൽ വിശ്വസിക്കേണ്ടതായിരുന്നു. എങ്കിലും അവർക്ക് മനസ്സില്ല. ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, നീ ആർ എന്നവനോട് ചോദിക്കുകയാണ്. നോക്കുക, അവർക്കവനിൽ വിശ്വസിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. യേശു ആരെന്ന് അവർക്ക് മനസ്സിലായില്ല. ഒരു വലിയ പ്രവാചകൻ എന്ന് മാത്രമേ അവർക്ക് പറയുവാൻ കഴിയൂ. അതിന് യേശു ഉത്തരം പറഞ്ഞത്, നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം
ഞാൻ തന്നെ അവൻ, ഐ ആം ഹി. അതായത് മോശ പറഞ്ഞ അവൻ, അത് ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയും. മോശ പറഞ്ഞ പ്രവാചകൻ ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയുവാൻ പോകുകയാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് മുൾപ്പടർപ്പിൽ വെച്ച് മോശയോട് സംസാരിച്ചവൻ തന്നെ, അത് ഞാൻ തന്നെ എന്ന് നിങ്ങൾ അറിയും എന്നാണ് കർത്താവ് പറഞ്ഞത്. ഇവിടെ കർത്താവ് ആരെന്ന് യഹൂദന്മാർക്ക് മനസ്സിലായില്ല എന്ന് നാം കാണുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു ആരാകുന്നു എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞ എല്ലാ പ്രവചനങ്ങളുടെയും നിവൃത്തിയായി അവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെയും യേശുക്രിസ്തു തൻ്റെ പരശുശ്രൂഷയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ജനത്തോട് ഉപദേശിക്കുമ്പോൾ അവർക്കത് മനസ്സിലാകേണ്ടതായിരുന്നു. പക്ഷേ അവരത് മനസ്സിലാക്കിയില്ല. ആ ശമരിയാക്കാരത്തെ സ്ത്രീക്ക് പോലും മനസ്സിലായി അവൻ ക്രിസ്തുവാകുന്നു എന്ന്. അവിടെ ഒരു അത്ഭുതവും അടയാളവും ഒന്നും കർത്താവ് ചെയ്തില്ല. ആരെയും സൗഖ്യമാക്കിയില്ല. അവൻ പറഞ്ഞ വാക്ക് അതുപോലെ അവർ വിശ്വസിച്ചു. അവിടുത്തെ ജനം പറഞ്ഞ എന്താണ്? നീ പറഞ്ഞ വാക്കുകൊണ്ടല്ല, ഇനി അവനിൽ നിന്ന് ഞങ്ങൾ നേരിട്ട് കേട്ടിട്ട് ഇവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് ഞങ്ങൾ അറിഞ്ഞും വിശ്വസിച്ചും ഇരിക്കുന്നു എന്നാണ് പറഞ്ഞത്. കൂടാരപ്പെരുന്നാളിൻ്റെ 7-ാം നാൾ ദേവാലയത്തിൽ വെച്ച് കർത്താവ് സംസാരിച്ചത് കേട്ട പുരുഷാരം അവൻ സാക്ഷാൽ ആ പ്രവാചകൻ എന്നും ക്രിസ്തുവെന്നും പരസ്യമായിട്ട് പ്രസ്താവിച്ചു. കുറച്ചു പേർ, എല്ലാവരുമില്ല. ഇതൊക്കെ കേട്ടിട്ട് അവനെ പിടിക്കുവാൻ വന്ന ചേവകർ, മഹാപുരോഹിതൻ അയച്ച ചേവകർ മടങ്ങി വന്നു. നിങ്ങളവനെ കൊണ്ടുവരാഞ്ഞത് എന്ത് എന്ന് മഹാപുരോഹിതൻ ചോദിച്ചതിന് അതിന് ആ ചേവകർ ഉത്തരം പറഞ്ഞത്, ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്നുത്തരം പറഞ്ഞു. അവരുടെ ന്യായപ്രമാണത്തിൽ എങ്ങും ഇങ്ങനെ ഒരാൾ സംസാരിച്ചതായിട്ട് അവർ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ഇത്ര ഉറപ്പിച്ചും തറപ്പിച്ചും ഞാനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിയും ഇതിനു മുമ്പ് സംസാരിച്ചതായിട്ട് അവരുടെ ന്യായപ്രമാണത്തിലോ പ്രവാചക പുസ്തകങ്ങളിലോ അവർ കണ്ടിട്ടില്ല. പീലാത്തോസിൻ്റെ മുമ്പിലും നല്ല സ്വീകാര്യം ലഭിച്ച, കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനുമെന്ന് ജനത്തോട് ഉപദേശിച്ച് പഠിപ്പിച്ച അധികാരികളുടെ മുമ്പിൽ അവൻ പ്രസംഗിക്കുമ്പോൾ അവർക്ക് പ്രതിവാദം പറയുവാൻ കഴിയാത്ത വിധത്തിൽ നീതിയും ന്യായവും പ്രസംഗിക്കുന്നവനായ കർത്താവ്, അവൻ്റെ മേൽ ആർക്കും ഒരു കുറ്റവും ചുമത്തുവാൻ കഴിഞ്ഞില്ല. റോമാക്കാർക്കോ അവൻ്റെ എതിരായിട്ടോ അന്നത്തെ ജനങ്ങൾക്കോ ഒന്നും അവൻ്റെ എതിരായിട്ട് പറയുവാൻ കഴിഞ്ഞില്ല. എങ്കിലും അവൻ അധികാരത്തോടും സത്യത്തോടും കൂടി സാക്ഷ്യം പറഞ്ഞു പോന്നു, പ്രസംഗിച്ചു, പിതാവിനെക്കുറിച്ച് വെളിപ്പെടുത്തി. ഇത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും സന്നദ്രീൻ സംഘവും അവർ തമ്മിൽ വാദിച്ചു. അവർ പറഞ്ഞു, ഗലീലയിൽ നിന്ന് വല്ല പ്രവാചകന്മാരും എഴുന്നേൽക്കുമോ? അങ്ങനെ എഴുന്നേറ്റിട്ടില്ലല്ലോ എന്നൊക്കെ അവർ വാദിച്ച് ഓരോരുത്തൻ താൻ്റെ വീട്ടിലേക്ക് പോയി. യേശുവോ ഒലിവുമലയ്ക്ക് പോയി എന്നാണ് നാം വായിക്കുന്നത്. യോഹന്നാൻ 7:83. അവന് യെരുശലേമിൽ പാർക്കുവാനായിട്ട് ഇടമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവയ്ക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന്. നമ്മുടെ കർത്താവ് കൂടെയുള്ള പലരും ശിഷ്യന്മാരും ഒക്കെ അവരവരുടെ വീടുകളിലേക്ക് പോയപ്പോൾ കർത്താവ് പോയത് ഒലിവുമലയിലേക്കാണ്. പിറ്റേന്ന് രാവിലെ കൂടാരപ്പെരുന്നാളിൻ്റെ ഒടുവിലത്തെ ദിവസം, 8-ാം ദിവസം രാവിലെ യേശു ദേവാലയത്തിൽ വന്നു. ജനമെല്ലാം അവൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. അവൻ മോശ പറഞ്ഞ പ്രവാചകൻ തന്നെയാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ അവൻ്റെ വട്ടം അവർ കൂടി വന്നു.
അവനെ മോശെ അയക്കുന്ന പ്രവാചകനെ കേട്ടില്ല എങ്കിൽ, അനുസരിച്ചില്ല എങ്കിൽ ദൈവം ചോദിക്കുമെന്ന് പറഞ്ഞ മോശയുടെ വാക്ക് യഹൂദന്മാർ ഓർത്തു. ആവർത്തനം 18:19. അവൻ സംസാരിച്ചതുപോലെ ആരും ഒരു നാളും സംസാരിച്ചതായിട്ട് കേട്ടിട്ടില്ല. ഇതാ ജനം അത് കേൾക്കാനായിട്ട് വീണ്ടും ഒന്നിച്ചു കൂടിയിരിക്കുന്നു. അവൻ്റെ മൊഴി കേൾക്കുവാൻ അവന് ചുറ്റും തടിച്ചുകൂടി. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വന്നിട്ടുള്ള യഹൂദന്മാർ യേശുവിൻ്റെ വചനം കേൾക്കുവാൻ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി. കൂടാരപ്പെരുന്നാളിൻ്റെ ഒടുവിലത്തെ ആ നാളിൽ അവരിതാ പിരിഞ്ഞു പോകുവാനായിട്ട്, 8-ാം നാൾ രാവിലെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച് മടങ്ങിപ്പോകുവാനായിട്ട് ഒന്നിച്ച് കൂടി വന്നിരിക്കുന്ന ആ സന്ദർഭത്തിൽ അവരെന്ത് ചെയ്തു? കർത്താവ് ചെയ്ത അത്ഭുത പ്രവൃത്തികളും അതിശയ പ്രവൃത്തികളും അവൻ്റെ വാക്കുകളും അധികാരത്തോടു കൂടി അവൻ പറയുന്ന വാക്കുകളും ഒന്നും അതെ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സഹിച്ചില്ല. അതുകൊണ്ട് അവനെ ഏതെങ്കിലും വിധത്തിൽ കൗശലത്തിൽ പിടിക്കുവാനുള്ള ഉപായം അവർ അന്വേഷിച്ചു. അവർ അന്ന് രാവിലെ ശാസ്ത്രിമാരും പരീശന്മാരും ഒന്നിച്ചുകൂടി വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. ഗുരു, ഇവളെ വ്യഭിചാരത്തിൽ തന്നെ പിടിച്ചിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിൽ ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. എന്നാൽ നീ ഇവളെക്കുറിച്ച് എന്ത് പറയുന്നു? ഇവിടെയാണ് യേശുക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു എന്ന് തെളിയിക്കുന്നത്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവർ, അത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയാണ് വ്യഭിചാരം. കർത്താവായ യേശുക്രിസ്തു ന്യായാധിപനെ പോലെ അവിടെ നിൽക്കുകയാണ്. ഗുരു എന്നാണ് അവർ അവനെ സംബോധന ചെയ്തത്. 2 ദിവസം മുമ്പാണ് അവനോട് പറഞ്ഞത് നിനക്ക് ഭൂതമുണ്ട് എന്ന്. ഇപ്പോഴ് അവനെ കുടുക്കുവാൻ വേണ്ടി ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞുകൊണ്ട്, വാക്കിൽ കുടുക്കി നാടുവാഴിയെ ഏൽപ്പിക്കുവാനുള്ള തന്ത്രം മെനഞ്ഞുകൊണ്ട് അവരവൻ്റെ അടുക്കൽ വന്ന് ഈ ചോദ്യം ചോദിച്ചതാണ്. കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ എന്ന് ചോദിച്ചതുപോലെയുള്ള ഒരു ചോദ്യം. വ്യഭിചാരക്കുറ്റം ന്യായപ്രമാണപ്രകാരം മരണശിക്ഷയ്ക്ക് അർഹമായതാണ്. ന്യായപ്രമാണത്തിന് വിരോധമായി വല്ലതും പറഞ്ഞാൽ യേശുവിനെ കല്ലെറിയുവാൻ കല്ലുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത്. ന്യായപ്രമാണം അനുഷ്ഠിക്കുകയോ സ്ത്രീയെ കല്ലെറിയുകയോ അല്ല അവരുടെ ഉദ്ദേശം. അവരുടെ ലക്ഷ്യം കർത്താവായ യേശുവിനെ കല്ലെറിയുക എന്നുള്ളതാണ്. ഇവിടെ സ്ത്രീയെ വെറുതെ വിട്ടാൽ ന്യായപ്രമാണ ലംഘിയായിത്തീരും. അല്ല, അവളെ കല്ലെറിയാൻ പറഞ്ഞാൽ റോമൻ നിയമം അനുസരിച്ച് കുറ്റക്കാരനായിത്തീരും. അക്കാലത്തെ യഹൂദന്മാർക്ക് മരണശിക്ഷയ്ക്കുള്ള വിധി പുറപ്പെടുവിക്കുവാൻ അവരുടെ ന്യായാധിപന്മാർക്കോ മഹാപുരോഹിതനോ അവകാശമുണ്ടായിരുന്നില്ല. ഈ സ്ത്രീയെയും കൊണ്ട് തൻ്റെ അടുക്കൽ വന്നിരിക്കുന്നവർ കപടഭക്തിക്കാരായ പരീശന്മാരും ശാസ്ത്രിമാരുമായ വെള്ളതേച്ച ശവക്കല്ലറുകളാണെന്ന് കർത്താവ് തിരിച്ചറിഞ്ഞു. യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. അവൻ ഹൃദയങ്ങളെ അറിയുന്ന കർത്താവാണ്. ദൈവം ഓരോരുത്തൻ്റെ ഹൃദയത്തെ അറിയുന്നു എന്ന് നാം വായിക്കുന്നുണ്ടല്ലോ. സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, നീ എൻ്റെ ഹൃദയത്തെ ശോധന ചെയ്ത് ഹൃദയത്തിലെ രഹസ്യങ്ങളെ അറിയുന്നുവല്ലോ. സങ്കീർത്തനം 44:21. അത് ദൈവത്തിൻ്റെ പ്രത്യേകാലുള്ള കഴിവാണ്, ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. കർത്താവ് പക്ഷപാതക്കാരനോട് പറഞ്ഞത് നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നാണ് ശാസ്ത്രിമാർ തങ്ങളുടെ ഹൃദയത്തിൽ നിരൂപിച്ചു പറഞ്ഞത്. അപ്പോൾ യേശു, നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? അവരുടെ ഹൃദയത്തിലെ നിരൂപണം കർത്താവ് അറിഞ്ഞു. ഭൂമിയിൽ പാപങ്ങളെ മോചിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് കർത്താവ് പക്ഷപാതക്കാരനോട് പറഞ്ഞു, കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോക എന്ന് പറഞ്ഞു. അവൻ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോയി. യഹൂദന്മാരെല്ലാം ഞെട്ടിപ്പോയി.
ഇവൻ ഹൃദയങ്ങളുടെ നിരൂപണങ്ങളെ അറിയുന്നവനും പാപങ്ങളെ മോചിക്കുവാൻ കഴിയുന്നവനും ആകുന്നുവോ എന്നവർ ഭയപ്പെട്ടു പോയി. എന്നാൽ അവർക്കവനിൽ വിശ്വസിക്കുവാൻ കഴിയാതെ പോയ ഹതഭാഗ്യന്മാരായിരുന്നു. അവരുടെ ഹൃദയങ്ങളിലെ നിരൂപണങ്ങളെ അറിഞ്ഞവൻ കർത്താവ് കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ പറഞ്ഞത് ശ്രദ്ധിക്കാത്തവനെ പോലെ കർത്താവ് ഒരു ഊമനും ചെകിടനും എന്ന പോലെ പ്രതിവാദം പറയാതെ അല്പനേരം കുനിഞ്ഞിരുന്നു. സങ്കീർത്തനത്തിൽ കർത്താവിനെക്കുറിച്ച് പ്രവചനമായിട്ട് എഴുതിയിരിക്കുന്നത് അവൻ മൗനമായിരുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എനിക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവർ കെണിവയ്ക്കുന്നു, എനിക്ക് അനർത്ഥമന്വേഷിക്കുന്നവർ വേണ്ടാതനം സംസാരിക്കുന്നു. എങ്കിലും ഞാൻ ചെകിടനെ പോലെ കേൾക്കാതെയും ഇരുന്നു, വായ് തുറക്കാതെ ഊമനെ പോലെ ആയിരുന്നു. ഞാൻ കേൾക്കാത്ത മനുഷ്യനെ പോലെയും വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെയുമായിരുന്നു. സങ്കീർത്തനം 38:12-13-14 വാക്യങ്ങൾ. ഈ പ്രവചനത്തിന് നിവർത്തി വരേണ്ടതിന് കർത്താവ് ഒന്നും മിണ്ടാതെ നിലത്ത് ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നു. ഈ പ്രവചനത്തിന് നിവർത്തി വരേണം. കർത്താവ് അതുകൊണ്ട് ആദ്യം ഒന്നും മിണ്ടാതെ ഊമനെ പോലെയും ചെകിടനെ പോലെയും നിലത്ത് അല്പനേരം അവൻ എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് നാം കാണുന്നത്. അവൻ നിവർന്നു. അവരവനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അവൻ നിവർന്നവരോട് പറഞ്ഞത്, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ ഒന്നാമത് കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. പിന്നെയും കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. ഞാൻ ജീവന്റെ അപ്പമാകുന്നുവെന്ന് കർത്താവ് പ്രഖ്യാപിക്കും മുമ്പേ 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ കർത്താവ് ഒരു അടയാളം ഇവിടെ കാണിക്കുകയാണ്. ഈ സംഭവത്തോടുള്ള ബന്ധത്തിൽ ആദ്യം കല്ലെറിയേണ്ടത് കണ്ടവരാണ്, സാക്ഷികളാണ്. അതാണ് കർത്താവ് പറഞ്ഞ്, നിങ്ങളെ സാക്ഷികളായിട്ടുള്ളവരാണ്, അവരാണ് ആദ്യം കല്ലെറിയേണ്ടത്. മറ്റൊന്ന്, പട്ടണത്തിൻ്റെ വെളിയിൽ കൊണ്ടുപോയി വേണം കല്ലെറിയുവാൻ, ദേവാലയത്തിനുള്ളിലല്ല. ആവർത്തനം 17:7. ഈ നിയമങ്ങളൊന്നും അവർക്ക് ബാധകമല്ല, അവരതൊന്നും പാലിക്കുന്നില്ല. ന്യായവിധി എങ്ങനെ നടപ്പാക്കണമെന്ന് കർത്താവ് തീരുമാനിക്കും. സാക്ഷികൾ ആദ്യം കല്ലെറിയട്ടെ, പാപമില്ലാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. കർത്താവിനെ കുറ്റക്കാരനാക്കുവാൻ വന്നവൻ സ്വയം കുറ്റക്കാരനെന്ന് ഗ്രഹിച്ച് പിന്മാറിപ്പോകുന്നു. അവിടെ അവർ വിരിച്ച വലയിൽ അവർ തന്നെ അകപ്പെട്ടു എന്ന് സങ്കീർത്തനം 9:15 പറയുന്നത് പോലെ അവർ തൻ്റെ മുമ്പിൽ ഒരു കുഴി കുഴിച്ചു, അതിൽ അവർ തന്നെ വീണു. സങ്കീർത്തനം 57:6. കുഴിക്കുന്നവൻ അതിൽ തന്നെ വീഴുമെന്ന് സഭാപ്രസംഗി 10:8 വായിക്കുന്നു. ഈ വചനങ്ങൾക്കൊക്കെയും അനുസരിച്ച് എന്ത് ഉപായത്തോടുകൂടി കർത്താവിനെ പിടിക്കുവാൻ അവർ വന്നുവോ അതൊക്കെ അവർക്ക് ഭവിച്ചു. കർത്താവ് പിന്നെയും നിലത്ത് കുനിഞ്ഞ് എഴുതിക്കൊണ്ടിരുന്നു. ഒരു മൂത്ത ശാസ്ത്രി കല്ലുമായിട്ട് മുന്നോട്ട് വന്നു. അപ്പോൾ കർത്താവ് മണ്ണിൽ അവൻ ചെയ്ത പാപത്തെക്കുറിച്ച് എഴുതിക്കൊണ്ടിരുന്നു. അവനത് കണ്ടിട്ട് കല്ലും കളഞ്ഞ് പിന്മാറിപ്പോയി. മറ്റൊരു പരീശൻ മുന്നോട്ട് വന്നു. അവൻ മുമ്പ് എഫേസോസിലോ മറ്റോ ആയിരുന്നപ്പോൾ അവൻ ചെയ്ത ഒരു പാപത്തെക്കുറിച്ച് കർത്താവ് ഒരുപക്ഷെ എഴുതുകയായിരുന്നേക്കാം. അത് കണ്ടിട്ട് അവനും കല്ലും കളഞ്ഞ് പിന്മാറിപ്പോയി. നമ്മുടെ വായിക്കുന്നത് മനസാക്ഷിയുടെ ആക്ഷേപം ഹേതുവായി മൂത്തവനും ഇളയവനും ഓരോരുത്തനായി വിട്ടുപോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കുമെന്ന് യിരെമ്യാവിൽ പറയുന്നു. തലേ ദിവസം കർത്താവ് ദേവാലയത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞത്, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ എന്നായിരുന്നു. എന്നാൽ അവർ എല്ലാവരും അവനെ വിട്ടുപോകുകയാണ് ചെയ്തത്. ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവേ, നിന്നെ ഉപേക്ഷിക്കുന്ന ഏവരും ലജ്ജിച്ചു പോകും.
എന്നെ വിട്ടുപോകുന്നവരെ മണ്ണിൽ എഴുതി വയ്ക്കും. അവർ ജീവനുള്ള ദൈവത്തിൻ്റെ ഉറവയായ യഹോവയെ ഉപേക്ഷിച്ച് കളഞ്ഞുവല്ലോ. യഹോവേ, എന്നെ സൗഖ്യമാക്കണമേ, എന്നാൽ എനിക്ക് സൗഖ്യം വരും. എന്നെ രക്ഷിക്കണമേ, എന്നാൽ ഞാൻ രക്ഷപ്പെടും. യിരെമ്യാ 17:13-14. ഈ വാക്യങ്ങൾ ഇസ്രായേലിനെ ഉദ്ദേശിച്ച് പ്രവാചകൻ പറഞ്ഞതാണ്. പക്ഷേ അവരതൊന്നും കൈക്കൊണ്ടിട്ടില്ല. അവനെ വിട്ടുപോകുകയാണ് അവർ ചെയ്തത്. അവനെ വിട്ടുപോയവരുടെ പേരവൻ മണ്ണിൽ എഴുതി വെച്ചു. ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവായ യേശുക്രിസ്തു, അവനെ അവർ വിട്ടുപോയി. അവനായിരുന്നു പ്രത്യാശ. എമ്മൗസിലേക്ക് പോയ ആ 2 ശിഷ്യന്മാർ, അവർ കർത്താവിനോട് പറയുന്നൊരു വാക്കുണ്ട്. ഇസ്രായേൽ പ്രത്യാശ വച്ചിരുന്ന യഹോവ, ഞങ്ങളോ അവൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരൻ എന്ന് ആശിച്ചിരുന്നു. ലൂക്കോസ് 24:21. അവനാണ് ഇസ്രായേലിൻ്റെ പ്രത്യാശയായ യഹോവ. അവനാണ് സൗഖ്യമാക്കുന്ന യഹോവ. അവനാണ് നിത്യജീവങ്കലേക്ക് പൊങ്ങിവരുന്ന ജീവജലം നൽകുന്നവൻ. ജീവനുള്ള വെള്ളത്തിൻ്റെ ഉറവയായ കർത്താവ് അവനാണ് രക്ഷിക്കുന്ന യഹോവ. ഈ കാര്യമൊന്നും തിരിച്ചറിയാതെ യഹൂദന്മാർ അവനെ വിട്ട് പൊയ്ക്കളഞ്ഞു. അവരുടെ പേരുകളാണ് അവൻ മണ്ണിൽ എഴുതി വെച്ചത്. കർത്താവായ യേശുവെ രക്ഷിക്കണമേ എന്നേറ്റു പറഞ്ഞ് വരുന്നവരുടെ പേരുകളാണ്, അങ്ങനെ രക്ഷയിലേക്ക് വരുന്നവരുടെ പേരാണ് കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ കുഞ്ഞാടിൻ്റെ ജീവപുസ്തകത്തിൽ എഴുതുന്നത്. ഈ ശാസ്ത്രിമാരെക്കാളും പരീശന്മാരെക്കാളും എത്രയോ ഭേദമായിരുന്നു ശമരിയ സ്ത്രീ. അവൾ ചെയ്തതൊക്കെ അവളോട് പറഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവാകുന്നുവെന്ന് അവൾ ഏറ്റുപറഞ്ഞ് നിത്യജീവൻ്റെ ഓഹരിക്കാരിയായി തീർന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു എന്ന് മോശ പറഞ്ഞ ആ ദൈവം ഇവൻ തന്നെ എന്ന് ശാസ്ത്രിമാരും പരീശന്മാരും തിരിച്ചറിയേണ്ടിയിരുന്നു. പക്ഷെ അവർ അത് ഗ്രഹിച്ചില്ല. ഇവിടെ യഹൂദന്മാരുടെ മനോഭാവവും പെരുമാറ്റവും അത് നമുക്കിവിടെ കാണാൻ കഴിയും. അവരുടെ മനോഭാവം എന്താ? അവരുടെ പെരുമാറ്റം കർത്താവ് പറഞ്ഞ ഉപമയ്ക്ക് തുല്യമാണ്. 10,000 താലന്ത് ഇളച്ചു കിട്ടിയവൻ 100 വെള്ളിക്കാശ് കടംപെട്ട തൻ്റെ കൂട്ടു സഹോദരൻ്റെ തൊണ്ടയ്ക്ക് പിടിക്കുകയും അവനെ തടവിലാക്കുകയും ചെയ്യുന്ന തലമുറയായിരുന്നു അവരുടെ തലമുറ. കുറ്റക്കാരനേക്കാൾ സാക്ഷ്യക്കൂട് കുറ്റം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറയായിരുന്നു അവരുടേത്. അതായത് ദ വിറ്റ്നസ് ബോക്സ് ഈസ് മോർ സിൻഫുൾ ഓഫൺ ദാൻ ദാറ്റ് ഓഫ് ദ ക്രിമിനൽ. അത്രമാത്രം തെറ്റുകാരും കുറ്റക്കാരുമായിരുന്ന യഹൂദജനം, അവരുടെ ഹൃദയകാഠിന്യം, അവരുടെ പിറുവിറുപ്പ്, അവർ ദൈവത്തോടുള്ള അഭക്തി, ഇത് കാരണം യേശുക്രിസ്തുവിനെ തിരിച്ചറിയുവാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. അങ്ങനെ അവര് വിട്ടുപോയി. ഇവിടെ ഈ സ്ത്രീയെ കുറ്റം വിധിക്കുവാനായിട്ട് വന്ന ശാസ്ത്രിമാർ, പരീശന്മാർ, അവർ കൊലപാതകന്മാർ, വ്യഭിചാരിണിയെ ന്യായം വിധിക്കുവാൻ വന്നിരിക്കുന്നവരാണ്. അന്ധകാരത്തിൻ്റെ അധിപതി വെളിച്ചദൂതൻ്റെ വേഷത്തിൽ ഈ യഹൂദന്മാരിൽ കൂടി പ്രവർത്തിക്കുന്നതായിട്ട് കർത്താവ് ഗ്രഹിച്ചു. മനുഷ്യൻ്റെ മനസാക്ഷിയെ മനുഷ്യന് എതിരായിട്ട് തിരിക്കുവാനായിട്ട് കർത്താവിന് കഴിയും. സൂര്യൻ ഉദിക്കുമ്പോൾ ക്ഷുദ്രജീവികൾ മാളത്തിൽ ഒളിക്കും പോലെ കർത്താവിൻ്റെ പ്രകാശത്തിൻ്റെ മുമ്പിൽ അവർ ഒളിച്ചോടി. കർത്താവിന് ആ സ്ത്രീയോട് ഉള്ള പെരുമാറ്റവും അവളോടുള്ള മനോഭാവവും അവൻ്റെ വിശുദ്ധി ജ്വലിച്ച് ഉരുകുന്നത്, സ്നേഹമായും കരുണയായും അവിടെ ഒഴുകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവിനെ വാക്കിൽ കൊടുക്കുവാൻ ചതിവായിട്ട് ശ്രമിച്ചപ്പോൾ
അവൻ്റെ ദിവ്യ സ്വഭാവം കൂടുതൽ പ്രകാശിക്കപ്പെട്ടു. അവൻ്റെ ദിവ്യജ്ഞാനം, അറിവ്, അധികാരം, കരുണ എന്നിവയെല്ലാം ആ പരിശുദ്ധിയുടെ ഉലയിൽ കൂടുതൽ പ്രശോഭിതമായി തീരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അവൻ മനുഷ്യപുത്രനും ദൈവപുത്രനുമായി വെളിപ്പെട്ടു. അത് ആ നിരാലംബയായ സ്ത്രീ, അവളാണ് അതിൻ്റെ പ്രയോജനം കൂടുതൽ അനുഭവിച്ചത്. സാധാരണ നാം പറയാറുണ്ട്, മർമ്മത്തുള്ള ക്യാൻസറിനേക്കാൾ തൊലിപ്പുറത്തുള്ള പോറൽ വേഗം സുഖപ്പെടും എന്നൊരു പഴഞ്ചൊല്ലുണ്ട്. എ സ്കാർ ഓൺ ദ സ്കിൻ ഈസ് മോർ ഈസിലി ക്വേർഡ് ദാൻ ക്യാൻസർ ഓൺ ദ വിറ്റൽസ്. പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും ദോഷത്തോടുള്ള ബന്ധത്തിൽ ഈ സ്ത്രീയുടെ തെറ്റ് വളരെ ലഘുവാണ്. അതായത് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞത്, ചുങ്കക്കാരും വേശ്യമാരും നിങ്ങൾക്ക് മുമ്പായി സ്വർഗരാജ്യത്തിൽ കടക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇവിടെ യേശു മാത്രം, നടുവിൽ സ്ത്രീയും ശേഷിച്ചു എന്നാണ് നാം വായിക്കുന്നത്. മറ്റുള്ളവരെല്ലാം കല്ലും കളഞ്ഞിട്ട് പൊയ്ക്കളഞ്ഞു. പാപിയും രക്ഷിതാവും മാത്രമായി. പാപിക്കും രക്ഷിതാവിനും ഇടയിൽ മറ്റാരുമില്ല. രോഗിക്കും വൈദ്യനും ഇടയിൽ മറ്റാരുമില്ല. കർത്താവ് പറഞ്ഞു, ഞാനും നിനക്ക് ശിക്ഷ വിധിക്കുന്നില്ല, പോകുക, ഇനി പാപം ചെയ്യരുത്. ഇനി പാപം ചെയ്യരുതെന്ന വാക്കിൽ അവളുടെ പഴയ പാപങ്ങളൊക്കെയും അവൻ ക്ഷമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധ്വനി അവിടെയുണ്ട്. കർത്താവിൻ്റെ വാക്കിൽ അത് ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ സ്ത്രീയെ അവളുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും ശിക്ഷാവധിയിൽ നിന്നും വിടുവിച്ച കർത്താവ്, അവൻ്റെ നടപടി അവളുടെ മനസ്സാക്ഷിയെ ഉണർത്തിക്കൊണ്ട് അവളെ നീതിയിലേക്ക് നടത്തുവാൻ അവളുടെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു. ഒരുപക്ഷെ ഇവളായിരിക്കണം കുഷ്ഠരോഗിയായിരുന്ന ശിമോൻ്റെ വീട്ടിലേക്ക് വന്ന് കർത്താവിൻ്റെ കാൽ കണ്ണുനീര് കൊണ്ട് നനച്ച് തലമുടി കൊണ്ട് തുടച്ച് കാൽ തൈലാഭിഷേകം ചെയ്തവൾ. അവളോട് കർത്താവ് അന്ന് പറഞ്ഞു, നിന്റെ അനേകവിധമായ പാപങ്ങൾ മോചിച്ചിരിക്കുന്നുവെന്നും നിന്റെ വിശ്വാസം, അതായത് യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് ഉള്ള നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്നും പറഞ്ഞു. കൂടാരപ്പെരുന്നാളിൻ്റെ 8-ാം ദിവസം, അതായത് അന്ന് രാവിലെ, അന്ത്യ സന്ദർഭമാണത് പെരുന്നാളിൻ്റെ. യഹൂദന്മാരെല്ലാവരും ആ സമാപന ദിവസം രാവിലെ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിരിഞ്ഞു പോകുന്ന സന്ദർഭമായിരുന്നു അത്. അപ്പോഴാണ് ഈ പാപിനിയായ സ്ത്രീയെയും കൊണ്ട് പരീശന്മാരും ശാസ്ത്രിമാരും കൊണ്ടുവന്നത് ദേവാലയത്തിൽ. അന്ന് ആ ദേവാലയത്തിൽ കൂടാരപ്പെരുന്നാളിൻ്റെ 7 ദിവസവും രാത്രിയും മുഴുവനും ജനത്തിന് പ്രകാശം ലഭിക്കുവാൻ തക്കവണ്ണം പ്രാകാരത്തിലൊരു വലിയ പന്തം കത്തിച്ച് നിർത്തുമായിരുന്നു. ആ പന്തം കാണിക്കുന്നത് ഇസ്രായേൽ ജനം മരുഭൂമിയിൽ യാത്ര ചെയ്തപ്പോൾ അവർക്ക് അഗ്നിസ്തംഭമായിട്ട് ദൈവം നിർത്തിയ അഗ്നിസ്തംഭത്തെ അത് സൂചിപ്പിക്കുന്നതായിരുന്നു, അതിൻ്റെ ഓർമ്മയായിരുന്നു. കൂടാരപ്പെരുന്നാളിൻ്റെ 8-ാം ദിവസം രാവിലെ ആ പന്തമഴിച്ച് കെടുത്തിക്കളഞ്ഞിട്ട് ജനമെല്ലാം അവിടെ നിന്ന് പിരിഞ്ഞു പോകും. ആ കത്തിക്കൊണ്ട് നിൽക്കുന്ന പന്തമഴിക്കുമ്പോഴാണ് കർത്താവ് ജനത്തോട് പറഞ്ഞത്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകുമെന്ന് പറഞ്ഞു. ഇവിടെ ഞാനാകുന്നു എന്നവൻ പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഐ ആം ദാറ്റ് ഐ ആം, ദ എക്സിസ്റ്റിംഗ് വൺ. യഹൈഹ് അഷർ, യഹൈഹ് എന്ന് എബ്രായ ഭാഷയിൽ അതിന് പറയുന്നു. ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. സർവശക്തനും സർവജ്ഞാനിയുമായ ദൈവം
ലോകത്തിന് തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാനും ലോകത്തെ രക്ഷിക്കുവാനും വന്നവനാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ മഹാദൈവവും രക്ഷിതാവും ആകുന്നു എന്ന് തീത്തോസ് 2:12 നാം വായിക്കുന്നു. ഈ മനുഷ്യപുത്രനാർ എന്ന് യഹൂദന്മാർ ചോദിച്ചതിന് അവൻ മറുപടിയായി പറയുന്നത്, വെളിച്ചം കുറേ നാൾ മാത്രം നിങ്ങളോടുകൂടെ ഇരിക്കും. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കളാകേണ്ടതിന് വെളിച്ചത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. വെളിച്ചം ദൈവത്തെക്കുറിച്ചുള്ള വാക്കാണ്. പഴയ നിയമ ഭക്തന്മാർ ദൈവത്തെ വെളിച്ചമായിട്ട് കണ്ടിരുന്നു. നാം അത് വായിക്കുന്നുണ്ട്. യഹോവ എൻ്റെ വെളിച്ചമെന്ന് ദാവീദ് പറയുന്നുണ്ട്. മീഖാ പ്രവാചകനും അതേ വാക്ക് തന്നെ പറയുന്നു. യാക്കോബ് ഗ്രഹമേ വരിക, നമുക്ക് യഹോവയുടെ വെളിച്ചത്തിൽ നടക്കാമെന്ന് യെശയ്യാവ് പറയുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥനയിൽ അവൻ പറയുന്നത് വെളിച്ചം ദൈവത്തോടുകൂടെ വസിക്കുന്നു എന്നാണ്. യഹോവ നിനക്ക് നിത്യപ്രകാശമായിരിക്കുമെന്ന് യെശയ്യാവ് 60:19-20 വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. ഈ വെളിച്ചമായ ദൈവം അത് യേശു ക്രിസ്തുവാകുന്നു എന്ന് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അന്ധതമസുള്ള ദേശത്ത് പാർത്തിരുന്നവരുടെ മേൽ പ്രകാശം ശോഭിച്ചു എന്ന് യെശയ്യാവ് എഴുതിയിരിക്കുന്നത് ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരശുശ്രൂഷയിൽ അവന് ആ ഗലീല പട്ടണങ്ങളിൽ സഞ്ചരിച്ച അവൻ്റെ ഉപദേശത്തെക്കുറിച്ച് അത് എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. മത്തായി 12:17-21 വാക്യങ്ങളിൽ അത് കാണാം. നാം വായിക്കുന്ന യെശയ്യാവിൽ കൂടി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത് യഹോവ യെരൂശലേമിന് നിത്യപ്രകാശമായിരിക്കും. ഇനി പകൽ നേരത്ത് നിന്റെ വെളിച്ചം സൂര്യനല്ല, നിനക്ക് പ്രകാശം തരുന്നത് ചന്ദ്രനുമല്ല. യഹോവ നിനക്ക് നിത്യപ്രകാശവും നിന്റെ ദൈവം നിന്റെ തേജസ്സുമാകുന്നു. നിന്റെ സൂര്യൻ ഇനി അസ്തമിക്കുകയില്ല, നിന്റെ ചന്ദ്രൻ മറഞ്ഞു പോകുകയുമില്ല. യഹോവ നിന്റെ നിത്യപ്രകാശം ആയിരിക്കും, നിന്റെ ദുഃഖകാലം തീർന്നു പോകും. യെശയ്യാവ് 60:19-20. ഇവിടെ പറയുന്ന യഹോവയും നിത്യസൂര്യനും നിത്യപ്രകാശവും ചന്ദ്രനും ആരാണ്? വെളിപ്പാട് 21:23-24 വാക്യങ്ങളിൽ അത് ആരാണെന്ന് വെളിപ്പെടുത്തുന്നുണ്ട്. നഗരത്തിൽ പ്രകാശിക്കുവാൻ സൂര്യനും ചന്ദ്രനും ആവശ്യമില്ല. ദൈവതേജസ് അതിനെ പ്രകാശിപ്പിച്ചു. കുഞ്ഞാട് അതിൻ്റെ വിളക്ക് ആകുന്നു. ജാതികൾ അതിൻ്റെ വെളിച്ചത്തിൽ നടക്കും. യെരൂശലേമിൻ്റെ വിളക്ക് കർത്താവായ യേശു ക്രിസ്തുവായിരിക്കുമെന്നാണ് അവിടെ നാം കാണുന്നത്. നിത്യതയിലും കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് നിലകൊള്ളും. യോഹന്നാൻ 9-ാം അധ്യായത്തിൽ കാണുന്നത് പ്രവിയിലെ കുരുടനായ ഒരുവനെ കർത്താവ് അവനെ സൗഖ്യമാക്കിയിട്ട് പറഞ്ഞതാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. യോഹന്നാൻ 9:5. സൗഖ്യമായ കുരുടൻ കാഴ്ച ലഭിച്ച ശേഷം യേശുവിനെ ക്രിസ്തു എന്നറിഞ്ഞ ഉടനെ അവൻ വിളിച്ചു പറഞ്ഞു, പിസ്തുവോ ഖൂറി, ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ, ഐ ബിലീവ് ലോർഡ്, കൈ പ്രോസിക്യൂൻസ് ഓട്ടോ എന്ന് പറഞ്ഞ് വീണവനെ നമസ്കരിച്ചു. അവനെ ആരാധിച്ചു എന്നതിൻ്റെ അർത്ഥം. ലോകത്തിൻ്റെ ജ്ഞാനികൾക്ക് യേശു ക്രിസ്തുവിനെ ലോകത്തിൻ്റെ വെളിച്ചമായോ അവനിൽ വിശ്വസിക്കുവാനോ രക്ഷപ്പെടുവാനോ കഴിയുകയില്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിനെ അവനെ രക്ഷിതാവായിട്ട് കണ്ടെത്തുന്നവർ, അവനെ ലോകത്തിൻ്റെ വെളിച്ചമായിട്ട് കണ്ടെത്തിയവർ അവനിൽ ആശ്രയിക്കുവാനും വെളിച്ചത്തിൽ നടക്കുവാനും ഇടയായിത്തീരുന്നു. കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചം ആകുന്നു. ഈഗോ എയ്മി തോ ഫോയിസ് തൗ കോസ്മോ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. കർത്താവ് ലോകത്തിൻ്റെ വെളിച്ചം, ഓരോ വ്യക്തിയുടെയും വെളിച്ചം, ഹൃദയത്തിന് പ്രകാശം തരുന്ന വെളിച്ചമാണവൻ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന അവനാണ് യേശു ക്രിസ്തു.
അവൻ്റെ സൽഗുണങ്ങളെയാണ് നാം ഘോഷിക്കേണ്ടത്. അവൻ പറഞ്ഞ വാക്കുകളാണ് നാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ലോകത്തിന് വെളിച്ചം അവനാണ്. അത് സംബന്ധിച്ച് ഞാൻ എഴുതിയ ഒരു പാട്ടിങ്ങനെയാണ്: അവനിക്കു ജ്യോതിസാകും നീ, അനുഗാമികൾക്കു ജീവജ്യോതിസേകിടുന്നഹു. അവനിക്കു ജ്യോതിസാകും നീ, അനുഗാമികൾക്കു ജീവജ്യോതിസേകിടുന്നഹു. അന്ധനു ദൃഷ്ടിഗോചരമേകി അന്ധകരമകേറ്റി എന്നതാൽ, അന്ധനു ദൃഷ്ടിഗോചരമേകി അന്ധകരമകേറ്റി എന്നതാൽ, ബന്ധുരവൻ നിൻ അത്ഭുത ജ്യോതി സന്തതം പ്രതി ചിന്തിടുന്നഹു. സത്യദൈവം നിത്യജീവനാം കർത്തനേഷു നാമം സ്തുത്യമാത്ര നിത്യകാലവും. ലോകത്തിൻ്റെ വെളിച്ചമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, അവനിൽ വിശ്വസിപ്പാനും ജീവൻ ഉള്ളവനായ അവൻ്റെ സന്നദ്ധിയിലേക്ക് വന്ന് നിത്യജീവൻ പ്രാപിക്കുവാനും, ജീവൻ പ്രാപിക്കുന്ന മാത്രമല്ല ലോകത്തിൻ്റെ പ്രകാശമായി വെളിച്ചമായി എന്ന് നിലകൊള്ളുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. ലോകത്തിൻ്റെ വെളിച്ചമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.